അല്ല അല്ല അരുൺ, ഞാൻ പറയാം, കൃത്യമായിട്ട് പറയാം. ഇവിടുത്തെ അരുൺ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകരുടെ കുഴപ്പമെന്ന് പറയുന്നത് ഈ ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ തെരഞ്ഞെടുപ്പ് സമയത്ത് വളരെ വ്യാപകമായിട്ട് CNN അടക്കമുള്ള അമേരിക്കയിലെ മാധ്യമങ്ങൾ മുഴുവൻ ട്രംപിനെതിരായിട്ട് വലിയ പ്രചരണം നടത്തി. ട്രംപ് തോൽക്കും, ട്രംപ് തോൽക്കും, ട്രംപ് തോൽക്കാൻ പോവുകയാണ്, ഒരിക്കലും ട്രംപ് അധികാരത്തിൽ വരില്ല എന്ന രീതിയിൽ വലിയ പ്രചരണം നടത്തി. അവസാനം ട്രംപ് തന്നെ ജയിച്ച സമയത്ത് ജനങ്ങളുടെ വിവേചന ശക്തി അവർ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ജനങ്ങൾ വോട്ട് ചെയ്ത് ശരിയല്ല, അവിടെ ജനങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് പറയാൻ തുടങ്ങി. അതുപോലെയാണ് ഇപ്പൊ കേരളത്തിൽ നടക്കുന്ന അവസ്ഥ. ജനങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ട്, ജനങ്ങൾ ചൂസ് ചെയ്തത് തെറ്റാണ്, ഞങ്ങൾ പറഞ്ഞതായിരുന്നു ശരി, എന്നിട്ട് അതിനവർ ഓമന പേരിട്ടു സത്യാനന്തരം, പോസ്റ്റ് ട്രൂത്ത് എന്നൊരു ഓമന പേരിട്ടു. അതായത് ജനങ്ങളുടെ ചിന്തിക്കാനുള്ള വിവേചന ശക്തിയുടെ മുഴുവൻ കുത്തവകാശം ഞങ്ങൾക്ക് മാത്രമാണെന്ന് ചിന്തിക്കുന്ന ഇടത് ബുദ്ധിജീവികൾ, മാധ്യമപ്രവർത്തകർ, അവർക്കാണ് വാസ്തവത്തിൽ കുഴപ്പമുള്ളത്. നിങ്ങൾ പുറത്തിറങ്ങി, ഇനി പുറത്തിറങ്ങണ്ട, നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാഗ്രാം എടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. മലയാള യുവാക്കൾ എത്രത്തോളം നിങ്ങൾ പറയുന്ന അരാഷ്ട്രീയത ഞങ്ങൾ കൊണ്ടുവന്നതല്ല. മലയാള യുവാക്കൾ, നിങ്ങൾ കൊച്ചി നഗരത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ഇന്നത്തെ മ്യൂസിക്കൽ ചോയ്സ് എന്താ നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ? ആരാണ് ഡാപ്സി എന്നോ ആരാണ് വേടൻ എന്നോ നിങ്ങൾക്ക് അറിയാമോ? നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും MG ശ്രീകുമാറും അല്ലെങ്കിൽ യേശുദാസും ഒക്കെ ആയിരിക്കാം. പക്ഷെ ലോകം മാറിക്കഴിഞ്ഞു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല, BJP മനസ്സിലാക്കുന്നു. BJP ഇന്നത്തെ യുവതലമുറയുടെ ആസ്പിരേഷൻസിനനുസരിച്ചുള്ള പൊളിറ്റിക്സ്, ആ പൊളിറ്റിക്സ് മുന്നോട്ട് വെക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്. ഞങ്ങൾ ഡെവലപ്മെന്റ് അജണ്ട മുന്നോട്ട് വെക്കുന്നു. ഉദാഹരണത്തിന് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ വോട്ട് കൂട്ടി, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. രാജീവ് ചന്ദ്രശേഖർ വോട്ട് കൂട്ടി, ആറ്റിങ്ങലിൽ V മുരളീധരൻ വോട്ട് കൂട്ടി. രാജീവ് ചന്ദ്രശേഖരന്റെ കാര്യത്തിൽ മാത്രം ഒരു വ്യത്യാസമുണ്ട്. കാര്യം അവിടെ അദ്ദേഹം പറഞ്ഞത് വികസനത്തിന്റെ, അവിടെ അദ്ദേഹം പറഞ്ഞത് ടെക്നോളജിയുടെ, അദ്ദേഹം കുറച്ച് അധികം കാര്യങ്ങൾ സാങ്കേതികമായി തിരുവനന്തപുരത്തെ പുനർനിർമ്മിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ബാക്കിയുള്ള 3 സ്ഥാനാർത്ഥികളും ഈ പുതുതലമുറയുടെ അഭിലാഷങ്ങൾക്കനുസരിച്ച് പറഞ്ഞത് എന്താണ്? ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളുടെ ആലപ്പുഴയിലുള്ള സ്ഥാനാർത്ഥി എന്താണ് പുതുതലമുറയുടെ അഭിലാഷത്തെ അവർ തൊട്ടുണർത്തിയത്? തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് മുഴുവൻ മോദി സർക്കാർ ചെയ്യാൻ പോകുന്ന ഡെവലപ്മെന്റ് വർക്കുകളും കഴിഞ്ഞ 10 വർഷക്കാലം നരേന്ദ്രമോദി ചെയ്ത കാര്യങ്ങളാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ആലപ്പുഴയിലെ ബൈപ്പാസ് മാത്രം ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ പോരെ? അത് പുതുതലമുറയുടെ അഭിലാഷമല്ലേ? എത്രയോ കാലമായി ഗതാഗതക്കുരുക്കിൽ കിടന്ന ആലപ്പുഴയെ ഗതാഗതക്കുരുക്കിൽ നിന്ന് മോചിപ്പിച്ചത് നരേന്ദ്രമോദി സർക്കാരിന്റെ അവർ കൊണ്ടുവന്ന ബൈപ്പാസ് അല്ലേ? അത് ഒരു വികസന നേട്ടമല്ലേ? Debate with Arun Kumar.